ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? വെൽക്കം ടു ദി അടുത്ത സ്പോൺഷിപ്പ് വീഡിയോ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ. സ്പെഷ്യൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ ഒരു സ്പെഷ്യൽ ജോബ് റോളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നാൾ കാത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജോബ് റോള് ഞാൻ കാണുന്നത് തന്നെ. കാരണം പ്രീവിയസ്ലി ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു ഈ ഒരു ജോബ് റോളിൽ കയറാൻ വേണ്ടി. പക്ഷെ ആ സമയത്തൊന്നും ഈ ജോബ് റോൾ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ജോബ് റോൾ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് വിസ സ്പോൺഷിപ്പ് ആണ് ജോബ് റോള്. ടീം ലീഡർ ആണ്, ഒരു കെയർ ഹോമിന്റെ ടീം ലീഡർ ആണ്. നമ്മൾ ഈ കെയർ ഹോമിന്റെ വീഡിയോ നമ്മൾ പ്രീവിയസ്ലി ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം വന്നിരിക്കുന്നത്, ആദ്യം നമ്മൾ ചെയ്തിരുന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെയും മറ്റേ കെയറേഴ്സിന്റെയും ഒക്കെ ആയിരുന്നു നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പം വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കെയർ ഹോമിന്റെ കെയറേഴ്സിനെ മാനേജ് ചെയ്യുന്ന ടീം ലീഡറിന് വേണ്ടിയാണ്. സോ ഇതിനകത്ത് മെയിൻ കുറച്ച് ഘടകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് റിക്വയർമെന്റ്സ്, അവർ ചോദിച്ചിരിക്കുന്ന കുറച്ച് റിക്വയർമെന്റ്സ് ഞാൻ വലിച്ചിട്ട് അത് പറഞ്ഞുതരാം. അവർ പറഞ്ഞിരിക്കുന്ന മെയിൻ റിക്വയർമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നമുക്ക് പ്രീവിയസ്ലി കെയർ ഹോംസിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ. പിന്നെ പറയുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ നെഗോഷ്യബിൾ ഒരു കാര്യമാണ്, അതാണ് സ്വന്തമായിട്ടുള്ള ഒരു കാറും ഡ്രൈവിംഗ് ലൈസൻസും. ഈ രണ്ട് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവർ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ലൈക്ക് അവർ പറഞ്ഞിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ വിസയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊരു ബാരിയറായി മാറാം. അതെന്നാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 3 months നമ്മുടെ വിസയിൽ വേണം. ലൈക്ക് മിനിമം 3 months കൂടെ നമ്മുടെ വിസയിൽ ഒരു വാലിഡിറ്റി വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ആരുടെയും വിസ കഴിയാൻ വേണ്ടി ഇരിക്കുക, ഇപ്പം ഒരാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ 1 മാസത്തിൽ അവരുടെ വിസ എക്സ്പയർ ആവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരെടുക്കുമെന്ന്. കാരണം അതിന്റെ പ്രോസസ്സൊക്കെ ആയി വരാൻ വേണ്ടി കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും. അതിനുവേണ്ടിയാണ് അവർ 3 months ടൈം പീരീഡ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2 months ആണെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അവരോട് സംസാരിച്ച് അവരോട് നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളുമാണ്. പ്രീവിയസ് ആയിട്ടുള്ള കെയർ എക്സ്പീരിയൻസ്, ടീം മാനേജ്മെന്റ് സ്കിൽസ്, കാരണം ഒരു ഫുൾ ടീമിനെയാണ് അവർ മാനേജ് ചെയ്യുന്നതൊക്കെ. പിന്നെ അതിനകത്ത് കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കാണും. സോ മെഡിക്കേഷൻ നിങ്ങൾക്ക് ലൈക്ക് മെഡിക്കേഷൻ ഹാൻഡ്ലിങ്ങും ബാക്കി എങ്ങനെയാണ് ലൈക്ക് ആൾക്കാർക്ക് മെഡിക്കേഷൻ കൊടുക്കുന്നത്, അങ്ങനത്തെ ആർക്ക് നിങ്ങൾ ആരും പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. ലിങ്ക് ഞാൻ കൊടുക്കാം, അവിടെ നിന്ന് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വിസ കഴിയാൻ വേണ്ടി ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം കെയർ ഹോമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. മിസ് ചെയ്യരുത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ UK, എഡിൻബ്ര, സ്കോട്ട്ലാൻഡിലാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ഇതിൽ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സീ നെക്സ്റ്റ് വീഡിയോ.